حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. أعوذ بالله من الشيطان الرجيم. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة
الملك يومئذ لله الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا إن الله لهو خير الرازقين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പിശാചിട്ട് തരുന്ന വസ്വാസുകളും മതപരമായ ഏത് കാര്യങ്ങളാണെങ്കിലും അതിൽ പിശാചി ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും അതേപോലെ തന്നെ ആ സ്വാധീനം അല്ലാഹു എന്തിനാണ് സൃഷ്ടിച്ചത്, അതിൻ്റെ പിന്നിലെ ഹിക്മത്ത് എന്താണ് എന്നും അത് ആരെയൊക്കെയാണ് ബാധിക്കുക എന്നും അതോടൊപ്പം തന്നെ അറിവ് നേടിയതിനെ തുടർന്ന് വീണ്ടും വീണ്ടും അറിവ് നേടിക്കൊണ്ടേയിരിക്കുക, അതിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക, അതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞതും കേട്ടതും. അള്ളാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുശേഷം അള്ളാഹു അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ വഈദുകൾ അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ താക്കീതുകളും എല്ലാം വന്നതിന് ശേഷവും അതിനൊരു മുസ്ലിമായിട്ട് അതൊന്നും ഉൾക്കൊള്ളാതെ പോയ ആളാണെങ്കിലും മുസ്ലിം അല്ലാത്ത ഇസ്ലാമിനെ കുറേ കേട്ട മുസ്ലിങ്ങളാണെങ്കിലും അവർക്കുള്ള ഒരു താക്കീതും അതുപോലെ തന്നെ അതിന് കീഴ്പ്പെട്ട ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലവും ഒക്കെയാണ് ശേഷമുള്ള ആയത്തുകളിലൂടെ പറയുന്നത്. വലാ യസാലുല്ലദീന കഫറൂ ഫീ മിരിയത്തിൻ മിൻഹു ഹത്താ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ ഔ യഅതിയഹും അസാബു യൗമിൻ അഖീം. വലാ യസാലു മാ സാല എന്നാൽ സാല നീങ്ങിപ്പോയി, പക്ഷെ ലാ സാല അങ്ങനെ ആ അർത്ഥത്തിൽ വരുമ്പോൾ എന്താവും, ഒരു സംഗതി ആയിക്കൊണ്ടേയിരിക്കും. ഒരു സംഗതിയുടെ തുടർച്ചയെ അറിയിക്കാനാണ് ആ പ്രയോഗം കൊണ്ടുവരിക. അപ്പൊ വലാ യസാലു ആയിക്കൊണ്ടേയിരിക്കും. ആരായിക്കൊണ്ടിരിക്കും? അല്ലദീന ഒരു കൂട്ടരായിക്കൊണ്ടിരിക്കും. ആ കൂട്ടരുടെ പ്രത്യേകത കഫറൂ അവരെന്താണ്? സത്യനിഷേധികളാണ്. അതായത് സത്യത്തെ നിഷേധിച്ച കാഫിരികളാണ്. ആ സത്യം ഏതായിക്കോട്ടെ, സത്യം വന്നു കിട്ടിയിട്ടും അത് കേട്ടിട്ടും അത് നിഷേധിച്ച ആളുകളായിക്കൊണ്ടേയിരിക്കും. എന്തിലായിക്കൊണ്ടിരിക്കും? ഫീ മിരിയത്തിൻ മിറിയത്തിലാകും. മിറിയത്ത് എന്ന് പറഞ്ഞാൽ ഷക്ക്, സംശയം. മിറിയത്ത് പറഞ്ഞാൽ ഷക്ക്, സംശയം. അവർ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. കാഫിരീങ്ങൾ അതേപോലെ തന്നെ കാഫിരീങ്ങളുടെ സ്വഭാവം വെച്ച് പുലർത്തുന്നവരും അവർ മിറിയത്തിലായിരിക്കും. മിറിയത്ത് പറഞ്ഞാൽ ഷക്കിലായിക്കൊണ്ടേയിരിക്കും. മിറിയത്ത് പറഞ്ഞാൽ ഷക്ക്, അവർ സംശയത്തിൽ ആയിക്കൊണ്ടേയിരിക്കും. മിൻഹു അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ പറയാം. അഥവാ അതിനെക്കുറിച്ച് അവർ സംശയത്തിലേ ആയിരിക്കും, അഥവാ ആ വിഷയത്തിൽ അവർ സംശയത്തിലേ ആയിരിക്കും. ഹത്ത ഏതുവരെ? തത്തിയവും അവർക്ക് വരുന്നത് വരെ. വരുന്നത് വരെ. അൽ അസ്സാഅത്തു സാഅത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യസമയം, അന്ത്യനാള്, അവരുടെ അന്ത്യസമയം വരുന്നത് വരെ അവർ സംശയത്തിലായിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് വരിക? ബഗ്തതൻ പെട്ടെന്ന് യാദൃശ്ചികമായിക്കൊണ്ട്. അത് അന്ത്യസമയമാണെങ്കിലും മരണമാണ്, അന്ത്യനാളാണെങ്കിലും മരണാണെങ്കിലും രണ്ട് പര്യവസാനവും യാദൃശ്ചികമായി പെട്ടെന്നാണ് വരിക. ബഗ്തതൻ പെട്ടെന്ന് വരുന്ന അവന്റെ അന്ത്യസമയം വരെ അവൻ സംശയത്തിലായി പറഞ്ഞത് ഉൾക്കൊള്ളാതെ പോയിക്കൊണ്ടേയിരിക്കും. ഔ അല്ലെങ്കിൽ യഅ്തിയഹും അവന് വരുന്നത് വരെ, യഅ്തിയഹും അവർക്ക് വന്നെത്തുവോളം അദാബു ശിക്ഷ, യൗമിൻ ഒരു ദിവസത്തെ ശിക്ഷ വന്നെത്തുന്നവരെ. ആ ശിക്ഷയുടെ പ്രത്യേകത അഖീം യാതൊരുവിധ നന്മയും അവശേഷിക്കാത്ത, പൂർണ്ണമായും അയാൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വന്നെത്തുന്നത് വരെ എന്നുള്ളതാണ് ആയത്തിന്റെ വാക്കുകളുടെ അർത്ഥം. അഥവാ പെട്ടെന്നൊരിക്കൽ അന്ത്യസമയം
അവർക്ക് വന്നെത്തുന്നത് വരെ അവിശ്വസിച്ചവർ അതിനെക്കുറിച്ച് സംശയത്തിലായിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗുണം കെട്ട ഒരു ദിവസത്തിലെ ശിക്ഷ അവർക്ക് വന്നെത്തുവോളം അവർ അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്നത്. വലാ യസാലുല്ലദീന കഫറു, അവർ ആയിക്കൊണ്ടേയിരിക്കും, ഫീ മിരിയത്തിൻ, സംശയത്തിലായിക്കൊണ്ടേയിരിക്കും, മിൻഹു, അതിൽ. ആ മിൻഹു എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് മിമ്മ അൽഖ ശൈത്താൻ, അഥവാ പിശാച് അവർക്ക് ഇട്ടുകൊടുത്തില്ലേ ദീനിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ, മതപരമായ അധ്യാപനങ്ങളുടെ വിഷയത്തിൽ പിശാച് അവർക്ക് ഇട്ടുകൊടുത്ത ആ ഒരു വസ്വാസിൽ എന്തായിരിക്കും, അവർ സംശയാലുക്കളായിട്ട് ഇങ്ങനെ ആ രീതിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാവും. അതാണ് മിൻഹു, മിമ്മ അൽഖ ശൈത്താൻ, പിശാച് ഇട്ടുകൊടുത്തതിൽ അവരെന്തായിരിക്കും, സംശയാലുക്കളായിരിക്കും എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയണ യഖൂലു തആല, അല്ലാഹു പറയുന്നത് മുഖ്ബിറൻ അനിൽ കുഫാർ, കുഫാറുകളെ കുറിച്ച്, നല്ല വാർത്തകളെ ഗൗനിക്കാതെ വിട്ട കാഫിരികളെ കുറിച്ച് അല്ലാഹു പറയുന്നത് അന്നഹും ലാ യസാലൂന ഫീ മിരിയത്തിൻ, അവർ സംശയാലുക്കളായിട്ട് അങ്ങനെ ജീവിക്കും. ഐ ഫീ ശക്കിൻ വറൈബിൻ, മിറിയത്ത് ശക്ക്, പിന്നെന്താ റൈബ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ, അതിൽ സംശയമില്ല. അപ്പൊ കിതാബിൽ എന്തില്ല, സംശയമില്ല. അപ്പൊ മിറിയത്തുൻ, മിരിയ എന്നാട്ടോ പറയാ, മിറിയത്തുൻ ശക്കുൻ റൈബുൻ, മൂന്നും ഒരേ അർത്ഥമാണ്. മിറിയത്ത് ശക്ക് റൈബ്, സംശയം എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പൊ അവരെന്ത് ചെയ്യും, വറൈബിൻ മിൻ ഹാദിൽ ഖുർആൻ, ഈ ഖുർആനിന്റെ വിഷയത്തിലും ഖുർആൻ നൽകിയ അധ്യാപനങ്ങളുടെ വിഷയത്തിലും അവര് ജീവിതകാലം മുഴുവൻ അങ്ങനെ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പക്ഷെ ആ സംശയം അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ദീനിയായ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഇസ്ലാമിന്റെ അയാളോടുള്ള ഉത്ബോധനങ്ങൾ അതിനോട് പിന്തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് എത്ര അയാൾ മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ അയാളുടെ അന്ത്യസമയം വരുന്നത് വരെ, ഖിയാമത്ത് നാള്, അന്ത്യനാൾ എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് മരണമാണെങ്കിലും അതുപോലെ തന്നെ അന്ത്യനാൾ സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെന്തില്ല, ഒരു മടങ്ങി വരവില്ല, കർമ്മത്തിനുള്ള ഒരു അവസരമല്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നതോടുകൂടി അയാൾ എന്താകും, അയാൾക്കത് മനസ്സിലാവും. അപ്പൊ അന്ത്യനാളെത്തി കഴിഞ്ഞാൽ ഏതൊരു കാഫിറിനും മനസ്സിലാവുന്നത് ഇസ്ലാമായിരുന്നു സത്യം, ഇങ്ങനെയായിരുന്നില്ല ജീവിക്കേണ്ടിയിരുന്നത്. അതേപോലെ ഒരാളുടെ മരണം തൊണ്ടക്കുഴിയിലെത്തിയാലും അയാൾക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെയല്ല ജീവിക്കേണ്ടിയിരുന്നത്, ഇങ്ങനെയായിരുന്നില്ല ജീവിക്കേണ്ടിയിരുന്നത്, ഇസ്ലാമായിരുന്നു സത്യമെന്ന് എന്ത് ചെയ്യും, ഒരാൾക്ക് ബോധ്യപ്പെടും. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മരണസമയത്ത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന വിലാപത്തെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഏത് ദുഷ്ടനാണെങ്കിലും, അക്രമിയാണെങ്കിലും, എത്ര കഠിന ഹൃദയനാണെങ്കിലും, തമ്മാടിത്തരം ചെയ്ത് ജീവിച്ചവനാണെങ്കിലും, എത്ര നിഷേധ സ്വഭാവത്തോടു കൂടി പോയവനാണെങ്കിലും മരിക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തെത്തും, അവന്റെ ജീവിതം മൊത്തത്തിൽ മാറും. നേരെ മറിച്ച് അതിലൂടെ മരണപ്പെട്ടു പോകുന്ന ആൾക്കാർ മനസ്സുകൊണ്ടുള്ള ആഗ്രഹം മാത്രമേ ഫലം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊക്കെ അലിബനാത്തിന്റെ ചരിത്രം കേട്ടോ, അലിബനാത്തിന്റെ ചരിത്രം കേട്ടോളി, മനസ്സിലാവില്ല. ഒന്ന് രണ്ടാൾക്ക് ഭയങ്കര സമ്പന്നനാണ്, എല്ലാ അയാളുടെ ആഗ്രഹത്തിന്റെ ഭൗതിക സുഖത്തിന്റെ എല്ലാ കമ്പനികളും അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും എല്ലാം ഉണ്ടാവും. എല്ലാത്തിനും എന്തുണ്ടാവും, നമ്മളൊരു കടി കയറിയ പോലുള്ള ശേഖരം എല്ലാത്തിനും ഉണ്ടാവും. അത്രയും സമ്പന്നതയിലും ആഡംബരത്തിലും ജീവിച്ച വ്യക്തിയാണ്. ജസ്റ്റ് വീട്ടിൽ ഇപ്പം ആരും ചെയ്തോ വേണ്ട, വീട്ടിലെത്തിയിട്ടൊന്ന് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ ചെയ്താൽ കിട്ടും. യുവാവാണ്, വയസ്സായിട്ടൊന്നുമില്ല. പക്ഷെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അയാൾക്ക് തോന്നി ഞാനിപ്പിന്നെ എന്തിനാ ജീവിക്കണം, അധിക കാലമില്ല എന്നുള്ളത് എന്ത് ചെയ്തു, അയാൾക്ക് മനസ്സിലേക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അയാളുടെ ജീവിതം മാറിയ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും, സാധിക്കുന്നവരെ വായിക്കാം, നമ്മുടെ വിഷയം തന്നെയാണ്. അപ്പൊ മരിക്കാണെന്ന് ഒരാൾക്ക് മനസ്സിലായാൽ പിന്നെ അയാളുടെ ജീവിതത്തിന് മൊത്തത്തിൽ എന്തുണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മരിക്കണ സമയം വരേക്കും കാത്തിക്കാൻ എന്ത് പറ്റൂല, ഉത്ബോധനം കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. അവർ ലോകവിദ്യയാണ്. കാരണം എന്താ വെച്ചാൽ മരണസമയത്ത് മാറണമെന്ന് തോന്നുന്ന ആർക്കുവരെ തോന്നിക്കണേ, അവസാനം ഹാറൂന്റെയും മൂസാ നബിയുടെയും റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വരെ പറഞ്ഞ അവസ്ഥ ആർക്കുണ്ട്, ഫിറഔനുണ്ട്. അപ്പൊ ഫിറഔനിനെ പോലെ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ ഫിറഔനിനടക്കം മരിക്കണ സമയത്ത് വേണ്ടിയില്ലേനെ തോന്നിയിരുന്നു, മാറുകയും ചെയ്തു.
പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ തൊണ്ടക്കുഴിയിൽ എത്തിയാൽ എന്തില്ല, അവസരമില്ല. ഫിറൗൻ മുസ്ലിം ആയിട്ടാണ് മരിച്ചത്? അല്ല. പക്ഷെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലുണ്ടായിക്കോട്ടെ. സൂഫികളുടെ വിശ്വാസപ്രകാരം ഫിറൗൻ എങ്ങനെയാണ്? സൂഫികളുടെ വിശ്വാസപ്രകാരം അത് റബ്ബിനെ അംഗീകരിച്ച് ആ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത് സൂഫികളുടെ വിശ്വാസം. ആ സൂഫി ധാര പിൻപറ്റുന്ന ആളുകളാണ് ആര്? നമ്മുടെ നാട്ടിലെ സമസ്തയിലെ സുഹൃത്തുക്കൾ. പക്ഷെ നമ്മുടെ നാട്ടിലെ സമസ്തയിലെ സുഹൃത്തുക്കളൊക്കെ ആ വിശ്വാസം ചോദിച്ചില്ല. ഒരു ഫിറൗൻ നരകത്തിൽ തന്നെയാണ്, വിശ്വാസി അല്ലാതെ തന്നെയാണ് മരിച്ചിട്ടുണ്ടെന്നാ പറയാം. പക്ഷെ സൂഫികളുടെ ഒരു നേതാവുണ്ട്, ഇബ്നു അറബി എന്ന പേര്. ഇബ്നു അറബി, നമ്മൾ ഏത് പ്രസംഗം കേൾക്കുമ്പോഴും ഇബ്നു അറബി രണ്ട് രീതിയിൽ കേൾക്കും. ഇബ്നു അറബി രണ്ട് രീതിയിൽ കേൾക്കും. അപ്പൊ ഇബ്നു അറബി എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇബ്നു അറബി അല്ല വരേണ്ടത്. കാരണം എന്താ വെച്ചാൽ അറിയുന്ന ആളുകളെ അത് വ്യവച്ഛേദിച്ച് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇബ്നു അറബി ആക്കണം. ഒന്ന് ഇബ്നു അറബി, എന്താ ഇബ്നു അറബി, വേറെ ഇബ്നുൽ അറബി. ഇബ്നുൽ അറബി, ഇബ്നുൽ അറബി അഹ്ലുസുന്നന്റെ പണ്ഡിതനാണ്. ഇബ്നുൽ അറബി അഹ്ലുസുന്നന്റെ പണ്ഡിതനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയതാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു പ്രഭാഷണത്തിൽ ഇബ്നുൽ അറബി പറഞ്ഞു അറിയുമ്പോൾ അത് ഏത് ഇബ്നുൽ അറബിയ? അത് ഈ ഇബ്നുൽ അറബിയ. എന്നാൽ ഇബ്നു അറബി എന്താ? സൂഫിയാണ്. അദ്വൈതവാദോ വഹ്ദത്തുൽ വജൂദോ ഉലൂൽ ഇത്തിഹാദൊക്കെ പറഞ്ഞ ഇബ്നു അറബി കാഫറാണ് എന്ന് വരെ പറഞ്ഞ ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഈ ഹല്ലാജിന്റെ ഒപ്പം ചേർത്ത് പറയാൻ പറ്റിയ ആളാണ് ഇബ്നു അറബി. അപ്പൊ ഈ ഇബ്നു അറബിന്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ചതാണ് എന്ത്? ഫിറഔൻ മരണപ്പെടുമ്പോൾ മുസ്ലിം ആയിട്ടാണ് മരണപ്പെട്ടത്. ആ ഷഹാദത്ത് കേവലം ഷഹാദത്ത് അല്ല, അതിന് അള്ളാഹു കബൂലിയത്ത് നൽകിയിട്ടുണ്ട്. അതിന് അള്ളാഹു അദ്ദേഹത്തെ പരിശുദ്ധപ്പെടുത്താനാണ് കടലിൽ എന്ത് ചെയ്തത്? മുക്കിയത്. കടലിൽ മുങ്ങിയിട്ടല്ലേ മരിച്ചേ. അപ്പൊ ഫിറഔൻ കടലിൽ മുക്കിയത് അതിനാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരിക്കണം. ആര്? ഇബ്നു അറബി. ഇബ്നുൽ അറബി അല്ല, ഇബ്നു അറബി. ഇബ്നുൽ അറബി അഹ്ലുസുന്നന്റെ പണ്ഡിതനാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, പ്രയോഗിക്കാം. പക്ഷെ അത് ഇന്നേ വരെ ആരും എന്ത് ചെയ്തിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല. നമ്മളെ നാട്ടില് ഉണ്ടാതിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മരണസമയത്ത് ഫിറഔൻ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയൊന്നും പോയാ പോരായിരുന്നു, മാറ്റം വേണ്ടിയിരുന്നു തോന്നി ഫിറഔൻ വരെ നല്ല മനസ്സുള്ള ആളായി മാറിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്തില്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മരണസമയത്തുള്ള വിലാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. വലൗ തറാ ഇദ് വഖിഫൂ അലന്നാരി ഫഖാലൂ യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. നരകത്തിന്റെ അടുക്കൽ എത്തിപ്പെട്ടാൽ എന്ത് പറയും? ഞങ്ങളൊന്നും മടക്കപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യൂല, അള്ളാഹുവിന്റെ ആയാത്തുകൾ, അള്ളാഹുവിന്റെ അധ്യാപനങ്ങളെ ഞങ്ങൾ കേട്ടു. ഒരുപാട് അധ്യാപനങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തു, കേട്ടു. പക്ഷെ അതൊക്കെ ഒരു ഒച്ചയായി മാത്രമാണ് എന്ത് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചത്. എന്താ, ഒരൊച്ച കേട്ടു, കേട്ട പോയിന്റ് ജീവിതത്തിൽ വേണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ ഒരു പ്രാവശ്യം പാടെ മടക്കി തരികയാണെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മൾ കളവാക്കുമായിരുന്നില്ല. കളവാക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഇല്ല എന്ന് പറയൽ മാത്രമല്ല, അത് പ്രവർത്തിക്കാതിരിക്കലും ആ ഒരു ഗണത്തിൽ പെടും. മറ്റൊരായത്തിൽ കാണാം, അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ ഇതായിരുന്നില്ലേ സത്യം എന്ന് അവരോട് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അതായിരുന്നു സത്യം എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും അള്ളാഹുവിനോട് സമ്മതിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് റബ്ബനാ ഹൗലായി അദല്ലൂന ഫാതിം അദാബൻ ളിഅഫൻ മിനൻ നാരി ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. ഒരാൾക്ക് മരണസമയം വരുമ്പോൾ അയാൾ പറയുന്നത് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ എന്നെ മടക്കി തന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ലഅല്ലി അഅമലു സ്വാലിഹൻ, എനിക്ക് നല്ല കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു. ഏത് കർമ്മം? ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ, ചെയ്യാതെ കേട്ടിട്ടും പരിഗണിക്കാതെ അതൊക്കെ അത്ര മതി എന്ന് കരുതി ഇങ്ങനെ പോയല്ലോ, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടുമായിരുന്നു എന്ന് വിലപിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പരിശുദ്ധ ഖുർആനിന്റെ എന്താണ്, ഒരു താക്കീതാണ്. അഥവാ മതപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട സ്വഭാവപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ,
അനുഷ്ഠാനപരമായ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ, നിത്യജീവിതത്തിലെ വ്യത്യസ്ത കാര്യങ്ങൾ അത് നിർബന്ധമായും ചെയ്യേണ്ടതാണെങ്കിൽ, വിലക്ക് വന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് എന്താണ് നിർബന്ധമാണ്. അത് നമ്മൾ സ്വയം ആലോചിക്കുക. ഞാൻ ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഗതി ഞാൻ ചെയ്യുന്നു, അതല്ലെങ്കിൽ ചെയ്യണം നിർബന്ധമാണ് എന്ന് പഠിപ്പിച്ച ഏതെങ്കിലും സംഗതി ഞാൻ ഒഴിവാക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, സ്വയം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതല്ല എങ്കിൽ അത് ഏത് സമയത്താണ് ബോധ്യപ്പെടാൻ ചോദിച്ചാൽ ഇതേപോലെ ഈ പറഞ്ഞതുപോലെ അതിനൊന്നും വലിയ കാര്യമാക്കാതെ അങ്ങനെ പോയാൽ അവസാനം മരിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഞാൻ ഈ ഓടിയ ഓട്ടൊന്നും ഉപകാരമില്ല, ഞാൻ ഈ ജീവിച്ചു തീർത്ത ജീവിതമൊന്നും ഉപകാരപ്പെട്ടില്ല, ഞാൻ ഈ ലക്ഷ്യം വെച്ച ലക്ഷ്യങ്ങളൊന്നും ഉപകാരപ്പെട്ടില്ല, വേറെ രീതിയിലായിരുന്നു പോകേണ്ടിയിരുന്നത് എന്ന് ബോധ്യപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഒരു താക്കീത് എന്ത് ചെയ്യണം, നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതല്ല എങ്കിൽ മരണസമയത്താണെങ്കിലും അന്ത്യസമയത്താണെങ്കിലും അന്ത്യനാളിലാണെങ്കിലും ആ ഒരു ശിക്ഷ എന്ത് ചെയ്യും, നമ്മളെ വന്നെത്തും. ഔയക്തിയവും ആദാബു യൗമിനഖീം, നരകത്തിന്റെ അവിടെ എത്തുമ്പോൾ, ശിക്ഷയുടെ അടുത്തിലേക്ക് എത്തുമ്പോഴാണ് കുറ്റബോധം ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും സംഭവിക്കുന്ന അബദ്ധങ്ങളെ തിരുത്തി മുന്നോട്ട് പോകുന്നവനുമായി മാറണം. അടുത്ത ആയത്ത് നമുക്ക് ഓരോരോ ആയത്തുണ്ട്. الملك يومئذ لا يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم. الملك ആധിപത്യം, രാജാധിപത്യം, യൗമഇദിൻ അന്നേ ദിവസം ലില്ലാ അല്ലാഹുവിനാകുന്നു. യഹ്കുമു വിധിക്കുന്നു, വിധി നടത്തും, ബൈനഹും ബൈന ഇടയിൽ, ബൈനഹും അവർക്കിടയിൽ വിധി നടത്തും. ഫല്ലദീന അപ്പോൾ അല്ലദീന യാതൊരു കൂട്ടർ, ആമനു അവരുടെ പ്രത്യേകത അവർ വിശ്വസിച്ചു, വ അമിലു അവർ പ്രവർത്തിച്ചു, അസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു, ഫീ ജന്നാത്തിൻ നഈം അവർ ഫീ ഇൽ എന്ന ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഫീ ജന്നാത്തി തോട്ടങ്ങളിലാണ്, അഥവാ സ്വർഗീയ തോട്ടങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശം. ഫീ ജന്നാത്തി സ്വർഗത്തിലാണ്, ഫീ ജന്നാത്തിൻ നഈം, നഈം എന്ന് പറഞ്ഞ സുഖജീവിതത്തിന്റെ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിലാണ് അവർ. അഥവാ അന്നത്തെ ദിവസം അഥവാ അന്ത്യനാളിൽ ആധിപത്യം മുഴുവനും അല്ലാഹുവിനാകുന്നു. അവർക്കിടയിൽ അവൻ വിധി കൽപ്പിക്കും. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർ സൗഖ്യ ജീവിതത്തിന്റെ സ്വർഗങ്ങളിലായിരിക്കും. അടുത്ത ആയത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നല്ല നേരത്തെ പറഞ്ഞ രീതിയിൽ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചവർക്കുള്ള അള്ളാഹു നൽകുന്ന വാഗ്ദാനം. എന്നാൽ നേരെ തിരിച്ചുണ്ട്. വല്ലദീന എന്നാൽ യാതൊരു കൂട്ടർ, അവരുടെ പ്രത്യേകത കഫറു അവർ നിഷേധം നടത്തി, മുഖം തിരിഞ്ഞ് നടന്നു, വകദ്ദബൂ കളവാക്കുകയും ചെയ്തു. അധ്യാപനങ്ങളെ, ഇസ്ലാമിന്റെ മൂല്യവത്തായ അധ്യാപനങ്ങളെ കളവാക്കുകയും ചെയ്തു. എങ്ങനെ? ബി ആയാത്തിന, ബി കൊണ്ട്, ബി ആയാത്തിന നമ്മുടെ ആയാത്തുകളെ കൊണ്ട് അവരെന്ത് ചെയ്തു? കളവാക്കി. അപ്പോൾ ഉലായിക്ക അവർ തന്നെയാകുന്നു, ഉലായിക്ക അവർക്ക് തന്നെയാകുന്നു, ലഹും അവർക്കാണ് അദാബു ശിക്ഷ. ഉലായിക്ക അപ്പോൾ ആ കൂട്ടർ, ലഹും ആ കൂട്ടർക്കാണ്, അഥവാ അവർക്കാണ് അദാബുൻ ശിക്ഷയുള്ളത്, മുഹീനുൻ നിന്ദ്യമായ, അഹാന ഇഹാനത്താണ് നിന്ദ്യത, മുഹീനുൻ. അവിശ്വസിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളെ കളവാക്കുകയും ചെയ്തവരാകട്ടെ അവർക്ക് തന്നെയാകുന്നു നിന്ദ്യമായ ശിക്ഷയുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ 2 ആയത്തുകളിൽ പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് വിധേയപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തില്ല, പേടിപ്പെടേണ്ട. അള്ളാഹുവിന്റെ നന്മകൾ അയാൾക്കുണ്ടാവും, സ്വർഗ വാഗ്ദാനമാണ് നൽകുന്നത്. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് പോയ ഒരാളാണെങ്കിലോ അയാൾക്ക് നരകവും ഉണ്ടാകും എന്നുള്ളതാണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. അപ്പോൾ അൽ-മുൽക്കു യൗമഇദിൻ ലാ യഹ്കുമു ബൈനഹും ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം. ഇതിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹു കൊടുത്ത തഫ്സീർ ഞാൻ പറഞ്ഞു. അൽ-മുൽക്കു യൗമഇദിൻ അഥവാ യൗമൽ ഖിയാമ,
അൽ മുൽക്കു യൗമഇദിൻ എന്നുള്ളതിന്റെ അർത്ഥം യൗമൽ ഖിയാമ, അന്ത്യനാൾ എന്നുള്ളതാണ് അർത്ഥം. അന്നത്തെ ദിവസം മുൽക്ക് ആധിപത്യം ആർക്കാണ്? ഇല്ല, അള്ളാഹുവിനാണ്. യഹ്കുമു ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ വിധിക്കുമെന്ന് പറഞ്ഞാൽ ബിഹുക്മിഹി അൽ അദിൽ, നീതിപൂർവമായി അള്ളാഹു എന്തെയും വിധി നടപ്പാക്കും. ആരും അള്ളാഹു വെറുതെ. ഫല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്ന് പറഞ്ഞാൽ ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കണം, വറസുലിഹി, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. അത് മാത്രമല്ല, അത് പറഞ്ഞിട്ട് നമ്മളൊക്കെ പെട്ടു. അത് പറഞ്ഞാല് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് പെട്ടു. പക്ഷെ ആ ഖുർആനിലും ഹദീസുകളിലും വന്ന അധ്യാപനങ്ങളിലും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഒരാൾ വിശ്വസിക്കണേ എന്നുണ്ടാവും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നിട്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യാന്? അവരുടെ ഈമാനിനെ ആ അമലുകൾ കൊണ്ട് സത്യപ്പെടുക. അഥവാ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ കർമ്മങ്ങൾ അവിടെ ഉണ്ടാവും, പുറത്ത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഈ ജന്നാത്തിൻ നഈം, അഥവാ നഈമുൽ ഖൽബി, ഹൃദയത്തിന് അനുഗ്രഹകരം, ഹൃദയത്തിന് ആസ്വാദനായിരിക്കും, ആനന്ദമായിരിക്കും, റാഹത്തായിരിക്കും. നഈമുൽ ഖൽബി വറൂഹി, റൂഹിന് എന്തുണ്ടാവും? ആശ്വാസം ഉണ്ടാവും, അനുഗ്രഹമായിരിക്കും. വൽ ബദനി, റൂഹിനും ശരീരത്തിനും ഹൃദയത്തിനും എല്ലാത്തിനും നഈമായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള സ്വർഗം ഒരിക്കലും അള്ളാഹു അവർക്ക് നൽകും. അതിനെന്തേ കഴിയൂല, ഒരു ബുദ്ധിക്കും പ്രാപിക്കാൻ കഴിയൂല, ഒരു വിശേഷിപ്പിക്കുന്ന ഒരാളെ കൊണ്ടും ആ സ്വർഗത്തെ വിശേഷിപ്പിച്ച് തീർക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. അഥവാ അങ്ങനെയുള്ള ഒരു സ്വർഗം എല്ലാ നിലക്കും യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആ നിലക്ക് അള്ളാഹു സ്വർഗം കൊടുക്കണമെങ്കിൽ അയാൾ എന്താവണം? ഈ രീതിയിൽ ഈമാൻ ഉൾക്കൊള്ളുകയും ആ ഈമാനെ സത്യപ്പെടുത്തുന്ന രീതിയിൽ കർമ്മങ്ങളെ അയാൾ ഓർഡർ ചെയ്യുകയും തർത്തീബ് ചെയ്യുകയും ചെയ്യണം. ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ്, അതായത് സമാനമായ ആയത്ത് മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടത് അല്ലാതെ പറയുന്നില്ല. വല്ലദീന കഫറു വകസ്സബു ബിആയാതിന ഫൗലൈക ലഹും അദാബുൻ മുഹീൻ. എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കാതെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് അല്ലാഹു നിന്ദ്യമായ ശിക്ഷയുണ്ട് എന്ന് പറയാം. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഓരോ ദിവസവും കിട്ടുന്നുണ്ട്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. ആ അധ്യാപനങ്ങൾക്കനുസൃതമായി ജീവിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. മനസ്സിലാവില്ല, ഓക്കെ. അപ്പൊ അനുഗ്രഹങ്ങൾ ആ അധ്യാപനങ്ങൾക്കനുസരിച്ച് പെരുമാറുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അള്ളാഹു ഈ രണ്ട് ഓഫർ പറയുന്നത്, നല്ലപോലെ മുന്നോട്ട് പോയാൽ അവർക്ക് അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈം കിട്ടും, അതല്ലെങ്കിൽ അദാബുൻ മുഹീൻ എന്നുള്ളത് കിട്ടും. രണ്ടാണെങ്കിലും എന്താണ്, നമ്മളിപ്പോ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും അതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഈ അള്ളാഹു പറഞ്ഞ ബഗ്തത്തൻ, അവർക്ക് പെട്ടെന്ന് തന്നെ അന്ത്യസമയം വരും എന്ന് പറഞ്ഞ ആ ഒരു സമയത്തിന് നമ്മൾ ആരാണ്? നമ്മൾ തയ്യാറല്ലേ? നമ്മൾ റെഡിയാണ്. നമ്മൾ മരിക്കാൻ തയ്യാറാണോ അല്ലേന്നല്ല, നമ്മൾ റെഡിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താവും? അള്ളാഹു ആ ഒരു അന്ത്യസമയത്ത്, അത് അന്ത്യനാളാണെങ്കിലും മരണാണെങ്കിലും നമ്മിലേക്ക് അള്ളാഹു എത്തിക്കും. അപ്പൊ അവിടെ നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് എന്ത് ചെയ്യൂല, പരിഗണിക്കൂല. അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും എന്ത് ചെയ്യും? മരണം രുചിക്കുക തന്നെ ചെയ്യും. ഫമൻ സുഹ്സിയ, കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഫമൻ സുഹ്സിയ അനിന്നാരി വൗദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും, ഫമൻ സുഹ്സിയ അനിന്നാരി, നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും, അതുപോലെ തന്നെ വൗദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത ആളുകൾ ഫഖദ് ഫാസ്, അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിജയിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയണം. എന്നിട്ട് പറയുന്ന ഒരു വാചകമാണ്, ആ വാചകം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവും. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ. എന്താ അർത്ഥം? മതാഉൽ ഗുറൂറിന്റെ അർത്ഥം എന്താ? വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. അത് നമുക്കൊക്കെ അറിയാം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന ഒരു വിഭവമാണ്. അഥവാ
നമ്മുടെ പ്രഥമ ലക്ഷ്യമായ സ്വർഗം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നും നമ്മെ തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന വഞ്ചിക്കുന്ന ഒരു സംഗതിയാണ് ദുനിയാവ്. അത് നമ്മുടെ പൊതുബോധങ്ങളാവാം, വിദ്യാഭ്യാസമാകാം, ജോലിയാകാം, കുടുംബമാകാം, ഒരു സ്ഥലത്ത് ഭാര്യയാകാം, ഒരു സ്ഥലത്ത് ഭർത്താവാകാം. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത്, രണ്ട് തരത്തിലുള്ള ഉമ്മമാര് പഠിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തിൻ്റെ നമ്മളോട് പറഞ്ഞ അനുഭവമാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മുടിയൊക്കെ വെട്ടി എത്തിക്കഴിഞ്ഞാൽ ഉമ്മാക്കൊരു പരിശോധന ഉണ്ടാവും. എന്താ, താടി എവിടെയെങ്കിലും വെട്ടിക്കണോ. അപ്പോൾ തോന്നിയാൽ തന്നെ എന്ത് ചെയ്യും, ഒരു ദേഷ്യപ്പെട്ട രീതിയിലുള്ള സംസാരിക്കും, താടി വെട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് എന്തുണ്ട്, താടി വളർത്തിയതിനെ എന്താണ് കോലം എന്നൊക്കെ പറഞ്ഞാണ്ട് വെട്ടി ചെറുതാക്കാനും പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടോ വെച്ചുണ്ട് എന്നല്ല വെച്ചാൽ ഇല്ല അങ്ങനെ പറയണ ഉമ്മമാരുണ്ട്. അപ്പൊ ഒരാൾക്ക് ഉമ്മ അനുഗ്രഹവും വേറെ ഒരാൾക്ക് എന്താവും ഈ ഇല്ല മത്താവുൽ ഗുറൂറാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ കൂടുന്നതാണ്. ചില ആളുകൾക്ക് ഭാര്യമാരായിരിക്കും ദീനി രംഗത്തേക്ക് ഇറങ്ങാനും ഇതിനൊക്കെ ബോധി ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. പക്ഷെ ഭാര്യമാർക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് ഭർത്താവിന് നല്ല ഭാര്യക്ക് നല്ല താല്പര്യം ഉണ്ടാവും, ഭർത്താവിന് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ നമ്മുടെ ജോലി അതിനെ സമ്മതിക്കില്ല. ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ അതിന് പറ്റിയതാവില്ല. അപ്പൊ ദുനിയാവ് എന്ന് പറയുന്നതൊക്കെ പാടെയോ, ജോലി, സുഹൃത്തുക്കൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബം, ഭാര്യ, ഉമ്മ, ഉപ്പ, അയൽവാസികൾ, നമ്മൾ ഇടപെടുന്ന പൊതുസമൂഹത്തിലെ നമ്മൾ ഇടപെടുന്ന വ്യത്യസ്ത മേഖലകൾ, ഇതൊക്കെ എന്താണ്, ദുനിയാവിൽപ്പെട്ടതാണ്. ഈ ദുനിയാവ് നമ്മെ വഞ്ചിച്ച് കളയും. അല്ല, ദുനിയാവ് വഞ്ചിക്കാൻ, ദുനിയാവ് എന്ന് പറയുന്ന സംഗതി നമ്മളെ വഞ്ചിക്കൂല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ദുനിയാവിൽ എന്താ വഞ്ചിക്കുക, ഈ പറഞ്ഞ സംഗതികൾ നമ്മളെ വഞ്ചിക്കും. എന്തിൽ നിന്ന്, സ്വർഗം എന്നുള്ള ആ ഒരു പ്രഥമമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വഞ്ചിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളെ ഏതാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ആ ഒരു രംഗത്തിൽ നിന്ന്, ആ ഒരു മാർഗത്തിൽ നിന്ന് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സ്വയം ചിന്തിക്കുക. അതുകൊണ്ടാണ് ഭാര്യമാർക്ക് എന്തുണ്ട്, ഒരു ഭർത്താവ് വിചാരിച്ചാൽ ഭാര്യയെ മാറ്റാൻ സാധിക്കുന്നതിലേറെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ ഭാര്യ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും, ഭർത്താവിനെ പെട്ടെന്ന് തന്നെയല്ല, സ്വിച്ച് ഇട്ട പോലെ എന്നാൽ സ്വിച്ച് ഇട്ട് അപ്പം തന്നെ ലൈറ്റ് എത്തി മൂപ്പരാകെ മാറി, അങ്ങനെയല്ല, പതിയെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിലെ ഖൈറു മതാഇ ദുനിയ അൽ മർഅതു അസ്സാലിഹത്തു, സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു ഭാര്യയാണ് ഒരാൾക്ക് ദുനിയാവിൽ ലഭിക്കാനുള്ള ഏറ്റവും നല്ല വിഭവമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അയാളുടെ ദീനിയായ ജീവിതത്തിന് അത്ര സഹായകമാകുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ പോയാൽ പിന്നെ നമ്മൾ ആയത്തൊന്നും ബാക്കിയാവണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മളെ വഞ്ചിക്കുന്ന ദീനിയായ ജീവിതം നല്ല പോലെ നയിച്ചു പോകാൻ നമ്മെ വഞ്ചിക്കുന്നത്, നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ദുനിയാവിലെ ഏത് വിഭവമാണ്, ആ വിഭവത്തെ എന്ത് ചെയ്യുക, നമ്മൾ പോസിറ്റീവാക്കി മാറ്റാം. അല്ല ഒന്നായി ഒഴിവാക്കണം, പോസിറ്റീവാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഈ ഒരു വിഷയം. എപ്പോഴും പോകാനായിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ ഇനിയും ഞാൻ എന്തെങ്കിലും പാടില്ലാത്തത് ചെയ്യുന്നുണ്ടോ, ചെയ്യണം എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്ത്, വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹ് സുമ്മ ഖുതിലു ഔ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്കൻ ഹസന വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. വല്ലദീന ഹാജറു, ഒരു കൂട്ടർ, യാതൊരു കൂട്ടർ, അവരുടെ പ്രത്യേകത ഹാജറു, അവരെന്ത് ചെയ്തു, നാട് വിട്ടുപോയി, അതല്ലെങ്കിൽ ഹിജ്റ പോയി, ഫീ സബീലി, മാർഗത്തിൽ, ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയി, സുമ്മ ഖുതിലു, പിന്നെ അവരെന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ അവർ മാത്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയിട്ട് അവർ മരണപ്പെടുകയും ചെയ്തു, സ്വാഭാവിക മരണമടയുകയും ചെയ്തു. അങ്ങനെയുള്ളവർ ലയർസുഖന്ന, അതൊരു സ്ഥാപിച്ച് ഉറപ്പിച്ച് പറയുന്ന ഒരു രീതിയാണെന്ത്, അറബി ഭാഷയിൽ ലയർസുഖന്ന, ഈ ലാമും ലയർസുഖന്ന, ഈ രണ്ടും ശരിക്കും റസഖ യർസുഖു ആണുള്ളത്. പക്ഷെ ഈ രണ്ടും ശരിക്കും ഇത് മാത്രം ഉപയോഗിക്കുന്നത് മാത്രം ഉപയോഗിക്കുക, രണ്ടും ഉപയോഗിക്കും. പക്ഷെ രണ്ടും ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, അള്ളാഹു ഉറപ്പ് തരികയാണെന്ത്, ലയർസുഖന്ന, അള്ളാഹു എന്ത് ചെയ്യും, ഉപജീവനം നൽകുക തന്നെ ചെയ്യും. ലയർസുഖന്നഹും, അവർക്ക് ഉപജീവനം നൽകും അള്ളാഹു റിസ്കൻ, ഒരു ഉപജീവനം. ആ ഉപജീവനത്തിന്റെ പ്രത്യേകത
ഹസന, നല്ലൊരു ഉപജീവനമായിരിക്കും. വ ഇന്ന, തീർച്ചയായിട്ടും അല്ലാഹു ലഹുവ, അവൻ തന്നെയാണ്. ഹുവ കണ്ടോ, ഹുവ അവൻ, ലഹുവ അവൻ തന്നെയാണ്. ഹുവ അവൻ, ലഹുവ അവൻ തന്നെയാണ്. ഖൈറു ഏറ്റവും നല്ലവൻ. ഖൈറു റാസിഖീൻ, റാസിഖ് ഉപജീവനം നൽകുന്നവൻ. റാസിഖൂൻ ഉപജീവനം നൽകുന്നവരിൽ അവൻ തന്നെയാണ് ഏറ്റവും ഖൈറായിട്ടുള്ളവൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ഇതിനെ വല്ലദീന ഹാജറു, അള്ളാഹു എന്നിട്ട് നല്ല ഒരു ഗുണം പറയണം. അഥവാ സ്വഹാബിമാരെ കുറിച്ചാണുള്ള ചർച്ച. സ്വഹാബിമാരാരാ? ഹിജ്റ പോയ ആളുകളാണ്. ആ ഹിജ്റക്കിടയിൽ മരണം വരിക്കേണ്ടി വന്ന ആളുകളാണ്. അങ്ങനെ വല്ലദീന ഹാജറു, ഹിജ്റ പോയ ആളുകൾ, ഫീ സബീലിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആ ഹിജ്റ എന്നുള്ളതിനെ വിശദീകരിക്കണത് യുഖ്ബിർ തആല അമ്മൻ ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്തിന്? ഇബ്തിഗാ മർളാത്തിഹി, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, വ തലബൻ ലിമാ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗ്ഗം ആഗ്രഹിച്ചുകൊണ്ട്, എന്നിട്ട് വതറക്കൽ ലൗതാന, അദ്ദേഹത്തിന്റെ നാട് അയാൾ ഉപേക്ഷിച്ചു, വല്ല അഹ്ലീന, കുടുംബം ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഉപേക്ഷിച്ചു, വഫാറഖ ബിലാദഹു ഫില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മാർഗത്തിൽ എന്ത് ചെയ്തു? രാജ്യം തന്നെ ഉപേക്ഷിച്ചു പോയി. വനുസ്റതൻ ലിദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനും ആ രീതിയിൽ എന്ത് ചെയ്തു? പുറപ്പെട്ടു പോയി, ഹിജ്റ ചെയ്തു പോയി എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയണം. അഥവാ സ്വഹാബിമാർ എന്തിനാ ഹിജ്റ പോയത്? സ്വഹാബിമാർ എന്തിനാ ഹിജ്റ പോയത്? അതിന്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മുഹാജിറുകളെ കുറിച്ച് പറയും, ഹിജ്റയെ കുറിച്ച് പറയും, അതേപോലെ തന്നെ അവർ സഹിച്ച ത്യാഗത്തെ കുറിച്ച് പറയും. പക്ഷെ അവരെന്തിനാ പോയതെന്ന് പറയില്ല. ഹിജ്റയെ കുറിച്ചൊക്കെ നമ്മൾ വാചാലരാകും. ഹിജ്റ കലണ്ടർ, ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അറബി മാസങ്ങൾ എന്ത് ചെയ്തത്? വ്യവസ്ഥപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് ഹിജ്രിയായ വർഷം എന്ന് പറയുന്നത് മുഹറം മുതൽ തുടങ്ങുന്നത് ഹിജ്റയുടെ അടിസ്ഥാനത്തിൽ. കാരണം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർക്കാനുള്ള ഒരു സംഭവ ബഹുലമായ സംഗതിയാണ് എന്ത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാ മുഹറം ഒന്നിനും ഹിജ്റയുടെ ഖുതുബ കേൾക്കും, ക്ലാസ് കേൾക്കും, ഹിജ്റയുടെ സംഭവങ്ങൾ കേൾക്കും, അതിന് നമ്മൾ പാഠം ഉൾക്കൊള്ളും, ഹിജ്റയുമായി ബന്ധപ്പെട്ട എല്ലാം കേൾക്കും. പക്ഷെ എന്തിനാ പോയത്? എന്തിനാ പോയത്? അതിന്റെ ഉത്തരാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹി പറഞ്ഞത്. അവര് നാട് വിട്ടത്, കുടുംബത്തെ ഒഴിവാക്കിയത്. ഈ നാട് വിട്ടിട്ടില്ലേ? നാട് വിട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 27ാമത്തെ വയസ്സിൽ, 27 വയസ്സാണ് മനസ്സിലാവും, 27ാമത്തെ വയസ്സിൽ ഒന്നാമത് ഹിജ്റ പോയത് കേട്ടാ അബിസീനിയ. ഒന്നാമത് ഹിജ്റ പോയത് അബിസീനിയയിലേക്കാണ്. അപ്പൊ അവിടെ ഒരു സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ 27ാമത്തെ വയസ്സിൽ അബിസീനിയയിലേക്ക് ഹിജ്റ പോയി. എന്നിട്ട് ആ 27ാമത്തെ വയസ്സ് മുതൽ 40 വയസ്സ് വരെ എന്ത് ചെയ്തു? എവിടെ താമസിച്ചു? അബിസീനിയയിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഖുർആൻ ക്ലാസ്സിലല്ല പറഞ്ഞത്, വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിലാണ് അല്ലേ? വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം? മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയിലേക്ക് തിരിച്ചു വന്ന് മദീനയിൽ സന്തോഷത്തോടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ ജീവിക്കാൻ എത്ര കൊല്ലം അവസരം കിട്ടിയത്? 2 കൊല്ലം. 2 കൊല്ലം മാത്രം. അഥവാ അവർ സകല കാര്യങ്ങളും ത്യജിച്ച് ഒഴിവാക്കി പോയത് ആ കഥകൾ ഇങ്ങനെ കേൾക്കാന്നല്ലാതെ എന്തിനാ നമ്മൾ ചിന്തിക്കൂല. അതെന്തിനാന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ. അപ്പൊ സ്വഹാബത്തിന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ അവർക്ക് കുടുംബത്തെ ഒഴിവാക്കി നാട്ടുകാരെ ഒഴിവാക്കിയാണ് എന്ത് ചെയ്യേണ്ടി വരുന്നു? പോകേണ്ടി വന്നു. അതേപോലെ തന്നെ സ്വന്തം ഇബാദത്തുകളെ, ദീനിനെ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യേണ്ടി വന്നു? സ്വന്തം കുടുംബത്തെയും സമ്പത്തിനെയും അതുപോലെ തന്നെ നാടിനെയും ഒഴിവാക്കേണ്ടി വന്നു. നാടിനെ ഒഴിവാക്കിയതിന്റെ ഉദാഹരണമാണ് എന്ത്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പോയപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം. കുടുംബത്തെ ഒഴിവാക്കി. അബൂ സലമയും ആരും കുടുംബമായിട്ട് ഹിജ്റ പോയതാണ് ആര്? അബൂ സലമയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹുമ. അബൂ സലമ റളിയല്ലാഹു അൻഹും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഹിജ്റ പോകുമ്പോൾ വഴിയിൽ വെച്ച് രണ്ടുപേരുടെയും കുടുംബക്കാരെന്തായി? രണ്ടുപേരെയും പിടിച്ചു വെച്ചു. ഒപ്പം ഒരു ചെറിയ കുട്ടീനെ, ഒരു കൈക്കുഞ്ഞും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അവസാനം എന്താ സംഭവിച്ചേ? അബൂ സലമനെ വേറെ വഴിക്ക് വിട്ടു, ഹിജ്റക്ക് വിട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ കുടുംബക്കാർ പിടിച്ചു, കുട്ടിയെ എന്ത് ചെയ്തു? വേറെ ടീമും കൊണ്ടുപോയി. അങ്ങനെ സ്വന്തം കൈക്കുഞ്ഞിനെയും ഭർത്താവിനെയും ഭാര്യയെയും പരസ്പരം എവിടെ എന്ത് എന്ന് പോലും അറിയാത്ത രീതിയിൽ എന്ത് ചെയ്തു? ഹിജ്റയുടെ പേരിൽ അവർക്ക് സഹിക്കേണ്ടി വന്നു. നമുക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു കുട്ടീനെ നമ്മൾ ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നായൻ തന്നെ എല്ലാവരും ഉണ്ടാവും.
ചിലപ്പോൾ അധ്യാപകരുണ്ടാവും, ടീച്ചർമാരുണ്ടാവും, വേറെ കുട്ടികളുണ്ടാവും. എന്നാലും കുട്ടിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടുന്ന് കൂടൂല, നേരെ മറിച്ച് ക്ലാസ്സിൽ എത്തിച്ചിട്ട് ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോണ രക്ഷിതാക്കളോട്. കുട്ടികളുടെ വിഷയത്തിൽ അവർ ശ്രദ്ധയും താല്പര്യമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് കുടുംബത്തിന് സ്വന്തം പിഞ്ചു കുഞ്ഞിനെ വരെ ഒഴിവാക്കിയിട്ട് പോകേണ്ടി വന്നു. എന്തിനാ? വിശ്വാസവും ദീനും സംരക്ഷിക്കാൻ. അതേപോലെ തന്നെ സമ്പത്ത് കൊടുക്കേണ്ടി വന്ന ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഷുഹൈബ് റളിയല്ലാഹു അൻഹു, ആര്? ഷുഹൈബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? റോമക്കാരനാണ്. റോമയിൽ നിന്ന് വന്നുകൊണ്ട് എന്ത് ചെയ്തു? റോമയിൽ നിന്ന് വന്നുകൊണ്ട് റോമയിൽ നിന്ന് വന്നുകൊണ്ട് പിന്നെ മക്കയിൽ വന്ന് കച്ചവടം നടത്തി സമ്പാദിച്ച് പിന്നെ ഹിജ്റയുടെ സമയമായപ്പോൾ മദീനയിലേക്ക് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വേറെ രാജ്യത്ത് നിന്ന് വന്നുകൊണ്ട് ഇവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണേ? സമ്പാദിച്ചു പോവുകയാണ്. അപ്പൊ മക്കാര് തടഞ്ഞു. എന്ന് പറഞ്ഞത് റോമെന്ന് വന്നുകൊണ്ട് ഞങ്ങളെ നാട്ടിലെത്തിയിട്ട് കുറെ സമ്പാദിച്ചാൽ അങ്ങനെ പോകാൻ പറ്റൂല, തടഞ്ഞു വെച്ചു. അപ്പൊ ഷുഹൈബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താ? നിങ്ങൾക്ക് ഞാൻ കൊണ്ടുപോകുന്ന സമ്പത്താണ് എനിക്ക് പോകാനുള്ള തടസ്സമായിട്ട് നിങ്ങൾ കാണുന്നത് എങ്കിൽ എന്റെ സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളൂ, ഞാൻ എന്ത് ചെയ്തോളാം? ഹിജ്റ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഷുഹൈബ് റളിയല്ലാഹു അൻഹു പോകുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കുടുംബത്തെ ഉപേക്ഷിച്ചത്, സമ്പത്ത് ഉപേക്ഷിച്ചത്, നാട് ഉപേക്ഷിച്ചത്, ഈ മൂന്നിനുള്ള ചരിത്രവും അതിലുള്ള സ്വഹാബിമാരെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഈ മൂന്ന് സംഭവിച്ചത് അവർക്ക് ദീനിനെ സംരക്ഷിക്കാനാണ്. ആ ദീനിനെ സംരക്ഷിക്കാൻ, ആ ഹിജ്റയുടെ പാഠങ്ങൾ കേൾക്കുന്ന, അതിനെക്കുറിച്ച് പറയുന്ന, മുഹാജിറുകളെ കുറിച്ച് സംസാരിക്കുന്ന, അവരുടെ ത്യാഗത്തെ ഇങ്ങനെ അയവിറക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടി വരും? നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് നോക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ ദീനിയായ നമ്മുടെ വ്യക്തിപരമായ വാജിബാത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദീനിനെ സഹായിക്കാൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനത്ത് എനിക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആര് ചിന്തിക്കണം? നമ്മുടെ സഹോദരിമാര് ചിന്തിക്കണം. അബൂ സലമയുടെയും ഷുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ ഉള്ള സ്വഹാബിമാരുടെ, അബൂ സലമയുടെ ഒക്കെ സ്വഹാബിമാരുടെ സ്ഥാനത്തിരുന്ന് എന്റെ വ്യക്തിപരമായ ജീവിതം എന്നതിന്റെ അപ്പുറം ദീനിനെ സഹായിക്കാൻ, ദീനിന്റെ പ്രചാരണത്തിന് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക, ഞാൻ എന്തൊക്കെ ഇതുവരെ ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. കാരണം ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ വല്ലാത്തൊരു, നമ്മൾ അയവറക്കേണ്ട, ചരിത്രങ്ങളിലൂടെ പോകുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന സംഭവങ്ങളാണ്, സംഭവ വികാസങ്ങളാണ്. അപ്പൊ നമ്മൾ ആ ചരിത്രമൊക്കെ വായിക്കുന്നതിന്റെ അപ്പുറം അവർ എന്തിന് ഹിജ്റ പോയി എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം ഹിജ്റ ചെയ്ത മുഹാജിറിനുള്ള പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിലൂടെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാമിലേക്ക് ഒരാൾ വന്നാൽ അയാളുടെ മുമ്പുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു നശിപ്പിച്ചു കളയും. വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ. അതേപോലെ തന്നെയാണ് എന്ത്? ഹിജ്റ ചെയ്ത ഒരു മുഹാജിറാണോ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുത്ത് തകർത്ത് കളയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാധാന്യം ഹിജ്റക്ക് കൊടുക്കണമെങ്കിൽ അവരതിനനുസരിച്ച് അനുഭവിച്ച ത്യാഗവും അതുപോലെ തന്നെ സഹനവും ഒക്കെ അത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. അതാണ് വല്ലദീന ഹാജറു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നിസാരമായ കാര്യത്തിന് വരെ സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും നാടിന്റെയും വിഷയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? നൂറുകണക്കിന് ആയിരക്കണക്കിന് മടങ്ങതിൽ മാതൃകയാണ്. സുമ്മ കുത്തിലു, ഹിജ്റ പോവുകയും സുമ്മ കുത്തിലു എന്നിട്ട് കൊല്ലപ്പെടുകയും ചെയ്ത ആളുകൾ, ഔ മാതു മരണപ്പെടുകയും ചെയ്ത ആളുകൾ, അവർക്ക് അല്ലാഹു എന്ത് ചെയ്യും? റിസ്ക് നൽകും. റിസ്കൻ ഹസന, നല്ല ഒരു റിസ്ക് അല്ലാഹു എന്ത് ചെയ്യും? അവർക്ക് നൽകും. ഇതിൽ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ്. എന്താ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ബാക്കി വൈന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാനത് ഹിജ്റതുഹു ഔ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനം, ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം പഠിപ്പിക്കുന്ന ഹദീസ് ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഹിജ്റ പോകുമ്പോൾ വേറെ നാട്ടിലേക്ക് പോവുകയാണ്. വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ പല ചിന്തകൾ ഉണ്ടാവും. ഒന്നാമത്തെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കർമ്മവും
നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മളൊരു കാര്യം സംസാരിക്കുന്നു, ഒരു ഇബാദത്ത് എടുക്കുന്നു, ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു സ്ഥലത്ത് പങ്കെടുക്കുന്നു, അതിന്റെ ഉദ്ദേശം എന്താ? അത് നമ്മുടെ നിയ്യത്ത്, നമ്മുടെ ഹൃദയത്തിനനുസരിച്ചാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എത്ര പുറമേക്ക് നന്നാക്കി തേച്ച് മിനിക്ക് നടന്നിട്ടും കാര്യമില്ല, ഉള്ളിലുള്ളതിനാണ് അള്ളാഹു എന്ത് ചെയ്യുക? പ്രതിഫലം തരിക. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. അത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അർത്ഥം അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവർ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? അത് അവർക്ക് കിട്ടും. നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്കോ ഏതെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള ആവശ്യത്തിന് അങ്ങനെയാണ് ഒരാൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നത് എങ്കിൽ, ഹിജ്റ പോകുന്നത് എങ്കിൽ അതും അവന് കിട്ടും. പക്ഷെ ഹിജ്റയുടെ പ്രതിഫലം കിട്ടൂല എന്നുള്ള ഇസ്ലാമിന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനം പഠിപ്പിച്ചത് ഹിജ്റയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസിലാണ് എന്ന് കൂടെ നമ്മൾ ഓരോരുത്തരും കൂട്ടത്തിൽ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഹിജ്റ, ആ ഹിജ്റയിൽ കൊല്ലപ്പെടുകയോ സ്വാഭാവിക മരണം വരിക്കുകയോ ചെയ്ത ആളുകൾ അവർക്ക് അല്ലാഹു നല്ല റിസ്ക് നൽകുമെന്ന് പറഞ്ഞാൽ അവിടെ റിസ്കിന്റെ അർത്ഥം സ്വർഗമാണ്. ലയർസുഖന്നഹും, അവർക്ക് റിസ്ക് നൽകുമെന്ന് പറഞ്ഞാൽ മുമ്പൊരു ആയത്തിൽ സമാനമായ വാചകം വന്നിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? റിസ്കൻ ഹസന, നല്ല റിസ്ക് നൽകുമെന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ് എന്ന് ഇതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. സുമ്മ ഖുതിലു, കൊല്ലപ്പെട്ടു. അഥവാ ഹിജ്റ പോയിട്ട് അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടു. ഹിജ്റയുടെ ശേഷം കൊല്ലപ്പെട്ടു, ഷഹീദായി. ആ രീതിയിൽ അല്ലെങ്കിൽ സ്വാഭാവിക മരണം മരിച്ചാലും അവർക്ക് എന്തുണ്ട്? ഇസ്ലാമിൽ പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആലു ഇമ്രാനിലൂടെ നമ്മെ ഓതി തന്ന ഒരു ആയത്തുണ്ട്. എന്ത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണം വരിച്ച കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് നീ എന്ത് പറയരുത്? അവർക്ക് മരിച്ചുപോയി എന്നുള്ള ഒരു കേവല വെറും വർത്താനം പറയരുത്. നേരെ മറിച്ച് വഹും ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ എന്തുണ്ട്? അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് അള്ളാഹു റിസ്ക് നൽകുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അവർക്ക് അള്ളാഹു നൽകിയതിൽ അവർ സന്തുഷ്ടരാണ്, സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ വാചാലമാകണം. അപ്പൊ നമ്മുടെ ഈ ലോകത്തും സമാനമായ സാമൂഹ്യ സാഹചര്യത്തിൽ എന്തുണ്ട്? ദീനിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആളുകളുണ്ട്. ദീനിന്റെ പേരിൽ ഒരാൾ കൊല്ലപ്പെട്ട ആളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇതുണ്ട്. ഇപ്പോ പൊതുവെ ഈ നമ്മുടെ നാട്ടിലുള്ള ചില രാഷ്ട്രീയ സംഘടനകൾക്ക് എന്തുണ്ട്? ഏതെങ്കിലും ഇപ്പോ ഒരു RSS കാരൻ ഒരു പോപ്പുലർ ഫ്രണ്ടാരനെ ഉണ്ടായിരുന്ന കാലത്ത് കൊന്നാൽ എന്ത് പറയും? ഷഹീദ് ദേശ്, ഷഹീദ് ദേശ്. ഇയാൾ മരിച്ചു. യഹ്യാ സിൻവാർ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ എന്താണ് ഇവിടെ മുമ്പ് കൊല്ലപ്പെട്ട ആള് യഹ്യാ സിൻവാർ വരുന്നതിന് മുമ്പ് തലപ്പത്തിൻ്റെ ആളെന്നല്ല, ഇസ്മായിൽ അനിയ. ഇവരൊക്കെ കൊല്ലപ്പെട്ട സമയത്ത് നമ്മുടെ നാട്ടിലെ ചില മതസംഘടനകൾ, മറ്റേത് രാഷ്ട്രീയ സംഘടനകളാണ്, രാഷ്ട്രീയ പോരിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ട് ഷഹീദ് പറഞ്ഞാണ്ട് പേരുണ്ട്. ഇവിടെ ഈ യഹ്യാ സിൻവാറും അനിയൊക്കെ കൊല്ലപ്പെട്ട സമയത്ത് എന്തുണ്ട്? ഷഹീദ് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ചില മതസംഘടനകൾ എന്ത് ചെയ്തിരുന്നു? പോസ്റ്റർ ഇറക്കിയിരുന്നു. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ട്? ഇസ്ലാമിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സ്വർഗം ഒരാൾക്കുണ്ട്. ഷഹീദാണെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ എന്തായി? സ്വർഗത്തിലായി. അപ്പൊ സ്വർഗം ഒരാൾക്കുണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ ആരനുവാദം തരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം, ഖുർആനിൽ പറയണം. അതെല്ലാം നമുക്ക് ഉണ്ടാകുക. അയാൾ ഷഹീദാണെന്ന് പറയണ്ട, അല്ല എന്ന് പറയണ്ട, സ്വർഗത്തിലാണെന്ന് പറയണ്ട, സ്വർഗത്തിലല്ല എന്ന് പറയണ്ട. അയാൾ മരണപ്പെട്ടു, പുറത്തു കൊടുക്കട്ടെ പറയാം, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചിലപ്പോ തനിഷ്യായുസവും ജൂതായുസവും ഒക്കെ പേർന്ന ആളുകളൊക്കെ ഷഹീദാക്കി ചിത്രീകരിച്ച ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരാൾ ഷഹീദാണ്, ഒരാൾ കൊല്ലപ്പെടുമ്പോഴേക്കും അയാൾ ഷഹീദായി നമ്മൾ എന്ത് ചെയ്യരുത്? പറയുന്നത് മൊത്തത്തിൽ പറയാം, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായവർ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവർ ഷഹീദാണെന്ന് പറയാം. പക്ഷെ ഇന്ന വ്യക്തി ഷഹീദാണ്, ഇന്ന വ്യക്തി സ്വർഗത്തിലാണെന്ന് പറയുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ, നമ്മളെ ചരിത്രം പറഞ്ഞോ മുമ്പ്, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണാസന്നമായി കിടക്കുന്ന അവസ്ഥയിലാണ്, രോഗാതുരമായി മരണത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗ സന്ദർശനത്തിന് വേണ്ടി എങ്ങോട്ട് വന്നു? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ആ സന്ദർശിക്കാൻ അങ്ങനെ കയറുന്ന സമയത്ത്, റൂമിലേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത്
ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അഥവാ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിന്റെ അടുത്താരുണ്ട്? ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ അവിടുത്തെ ജോലിക്കാരിയാണെന്നുണ്ട്, അതല്ല അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്നും ഉണ്ട്. ഏതായിരുന്നാലും ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹുവിന്റെ ഈ ഒരു പ്രയാസം, മരണസമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം ഇങ്ങനെ കണ്ടപ്പോ ആ സ്ത്രീ ഇങ്ങനെ എന്ത് പറഞ്ഞു? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത്? സ്വഹാബിയോടെ പറയണത്, ഒരുപാട് പ്രത്യേകതയുള്ള സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു. സ്വഹാബിയോട് പറയണത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബേജാറാവുന്നത്? നിങ്ങൾക്കൊക്കെ സ്വർഗ്ഗം ഉണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയൊക്കെ കുറെ ജീവിച്ച് കുറെ ചെയ്ത ആളുകളല്ലേ, സ്വർഗ്ഗം ഉണ്ടല്ലോ. അവിടെ ബേജാറാവണ്ട, നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി പൊയ്ക്കോളി. എന്ത് ചെയ്തു? ആ ഒരു മരണസമയത്തുള്ള പ്രയാസം ലഘൂകരിക്കപ്പെടാൻ അടുത്തുള്ള ആ ഒരു സ്ത്രീ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റൂമിലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവിടുത്തെ മുഖം മാറി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി, ശബ്ദം ഉയർന്നു പറഞ്ഞു, അമാ വല്ലാഹി അന റസൂലുള്ളാഹ്. അമാ വല്ലാഹി, നമ്മൾ പറയില്ല അനക്ക് എന്താ അറിയില്ല, നമ്മള് ആ ഒരു തനി ഒരു വിഷയത്തെ കുറിച്ച് യാതൊരു ബോധമില്ല സംസാരിക്കുക, എന്താ എനിക്കൊക്കെ അറിയിച്ചൂലേ? അതാണ് എന്താ അറിയാം. അമാ വല്ലാഹി, ഇതിനൊക്കെ എന്താ അറിയാം? അന റസൂലുള്ളാഹ്, ഞാൻ എന്താണ്? അള്ളാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് പറഞ്ഞത്, ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എന്നെ കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുമെന്ന് എനിക്കെന്ത് ചെയ്യൂല, അറിയില്ല. ആരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൗനം പാലിക്കാനുള്ള ഒരു അധ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വാചകത്തിലൂടെ പകർന്നു വെക്കണം. അഥവാ സ്വഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം സ്വർഗത്തിലാണ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാരാണ്. പക്ഷെ അവർ പോലും എന്ത് ചെയ്തിട്ടില്ല? അമിതമായ ചിന്തകൾ വെച്ച് പുലർത്തിയിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒന്ന്, നമ്മൾ സ്വയം സ്വർഗത്തിലാണ് നമ്മൾ തന്നെ തീരുമാനിക്കുകയും ബാക്കിയുള്ളവർ ആരെങ്കിലും മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുമ്പോഴേക്ക് ഷഹീദ് സ്വർഗത്തിൽ എന്നിട്ട് ഇങ്ങനെ ഇപ്പോ ഇവരൊക്കെ മരിച്ച സമയത്ത് എന്ത് ഈ നമ്മുടെ നാട്ടിലെ ചില മതസംഘടനകളാക്കിയത് ഇവരിങ്ങനെ സ്വർഗത്തിലൊരു വെള്ള ചറക്, അതാണ് സ്വർഗോല ഭാവനയിൽ ഒരു വെള്ള ചറക്, ബാക്കിൽ കുറച്ച് മേഘങ്ങളൊക്കെ, എന്നിട്ട് ഈ ആളുകൾ ഇങ്ങനെ വരുന്ന ഒരു ഫോട്ടോ ആയിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റാറ്റസിലും പ്ലക്കാർഡിലൊക്കെ ഉയർത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് ഒരിക്കലും പാടില്ല. ഒരാൾ സ്വർഗത്തിലാണ് എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അനുവാദമുള്ളൂ. അത് വഹീ പ്രകാരമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ അന്നുള്ളവരാണെങ്കിലും ഇന്നുള്ളവരാണെങ്കിലും എല്ലാവരും എന്താണ്? ഷഹീദുകളാണ്. അവർ സ്വർഗത്തിലാണ്. പക്ഷെ ഷഹീദാണ് എന്ന് അള്ളാഹു പറഞ്ഞവരെ കുറിച്ച് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. സുമ്മ ഖുതിലു, അവർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയി എന്ന് മാത്രമല്ല എന്ത് അവരുടെ പ്രത്യേകത, പിന്നെ അവർ ഷഹീദിന്റെ പദവിയിലേക്ക് കൂടി എത്തി എന്നുള്ളതാണ്. അപ്പൊ ഷഹീദിന്റെ പദവി എന്നുള്ളത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അനുഗ്രഹിച്ച ആളുകൾക്ക് ലഭിക്കുന്നതാണ്. മഹാനായ മിഖ്ദാദ് ബിൻ മഅദി അൽ-കരീബ, മിഖ്ദാദ് ബിൻ അൽ-മഅദി അൽ-കരീബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലിശ്ശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഷഹീദിന്, ഒരു ഷഹീദായ വ്യക്തിക്ക് 6 ഗുണങ്ങൾ കിട്ടും. ആ 6 ഗുണങ്ങൾ എന്തൊക്കെ? ഒന്ന്, യുഗ്ഫറു ലഹു ഫീ അവ്വലി ദഫഅത്തിൻ മിൻ ദമിഹി വയുറാ മഖ്അദുഹു മിനൽ ജന്ന വയുജാറു മിൻ അദാബിൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദ്യമായി ആ ഷഹീദിന്റെ ശരീരത്തിൽ നിന്നും ഒരു ആദ്യത്തെ തുള്ളി രക്തം മുറ്റുന്നതോടുകൂടി അയാളുടെ പാപങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ സ്വർഗത്തിലെ ഇരിപ്പിടം, ഷഹീദിനെ അള്ളാഹു സ്വർഗത്തിലെ ഇരിപ്പിടം അള്ളാഹു കാണിച്ചു കൊടുക്കും. അയാളെ ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും. അതേപോലെ തന്നെ എല്ലാ വലിയ ഭീതിയിൽ നിന്നും അയാൾ നിർഭയനാകും. ഈമാനിന്റെ പുടവ അയാൾ അണിയിക്കപ്പെടും. സ്വർഗീയ തരുണികളിൽ നിന്നും അഥവാ സ്വർഗീയ സ്ത്രീകളിൽ നിന്നും അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കപ്പെടും. തൻ്റെ കുടുംബത്തിൽ നിന്നും 7 പേർക്ക് ഷഫാഅത്തിനുള്ള അനുവാദം കൊടുക്കും, ഷഹീദുകൾക്ക് കൊടുക്കും. ഒരാൾ ഷഹീദായി കഴിഞ്ഞാൽ കിട്ടുന്ന 6 ഗുണങ്ങൾ ഒന്നുകൂടി പറയാം, ഓട്ടയുള്ളവർക്ക് പെട്ടെന്ന് പോകാം. ഒന്ന്, ഒന്നാമത്തെ രക്തത്തുള്ളി ഉറ്റുന്നതോടുകൂടി അയാളുടെ പാപങ്ങൾ എന്ത് ചെയ്യും? പൊറുക്കപ്പെടും. 2, സ്വർഗത്തിൽ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. 3, ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും. 4, എല്ലാ ഭീതിയിൽ നിന്നും നിർഭയനാകും. 5, ഈമാനിന്റെ പുടവ അണിയിക്കപ്പെടും. 6, സ്വർഗീയ തരുണികളിൽ നിന്നും വിവാഹം ചെയ്തു കൊടുക്കപ്പെടും. ഓക്കെ, ലാസ്റ്റ് തൻ്റെ കുടുംബത്തിൽ നിന്നും 70 പേർക്ക് എന്ത് ചെയ്യും? 7 പേർക്ക് ഷഫാഅത്തിനുള്ള അനുവാദം കൊടുക്കും. ഒരു ഷഹീദിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 10 മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യമാണ്.
ദീനിന്റെ ഒരു കാര്യത്തിന് ഒരു 10 മിനിറ്റ് മാറ്റിയേക്കാൻ കഴിയത്തില്ല. അതിൽ ദീനിയായ ഒരു ആവശ്യത്തിന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ ചെലവാക്കുമ്പോൾ 100 വട്ടം ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതിൽ മതപരമായ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ എല്ലാവരും തൃപ്തിയും സമ്മതവും മനസ്സും നോക്കിയിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അതിലിങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് എന്ത് ചെയ്യൂല, ഇതൊന്നും അള്ളാഹു പറഞ്ഞില്ല. ഇത് പറഞ്ഞാൽ എന്താണെന്നറിയോ? നാടും വീടും കുടുംബവും സ്വത്തും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എത്ര വെട്ടുകൾ കൊണ്ടാലും എത്ര രക്തത്തുള്ളികൾ ഉറ്റി വീണാലും അതൊന്നും പ്രശ്നമില്ല, സ്വർഗമുണ്ടല്ലോ എന്ന് കരുതി അതിലേക്ക് ആർത്തിയോടുകൂടി ഓടിയ ആളുകൾക്കാണ് എന്ത് ചെയ്യുക, ഇത് കിട്ടുക. നമ്മളൊക്കെ ഹവ്വല റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടു. ഹവ്വല അത് സാഹിബിന്റെ പേര് കേട്ടോ? ഹവ്വല ലേഡീസ് ആരും കേട്ടില്ല. ഹവ്വല റളിയല്ലാഹു അൻഹു ഇതേപോലെ ആർത്തിയോടുകൂടി ഓടിപ്പോയ ഒരാളാണ്. ഹവ്വല റളിയല്ലാഹു അൻഹു വിവാഹത്തിന്റെ ആ രാത്രിയിലാണ് എന്ത്, യുദ്ധത്തിന്റെ തലേ ദിവസത്തെ രാത്രിയിലാണ് വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായിട്ട്, ജമീല എന്നാണ് പേര്. ആരുടെ മകളാ? ഹവ്വല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ആരുടെ മകളാ? അബ്ദുള്ള എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് കേട്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? ആ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ മകളാണ് ജമീല. ജമീലയോ സുമൈലയോ? ജമീല എന്നാണ് മനസ്സിലാക്കുക. ഇതിലെ ഹാക്കത്തുണ്ടാവില്ല. ജമീല ജമീല റളിയല്ലാഹു അൻഹയാണ് ഹവ്വല റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചത്. അപ്പോൾ തലേന്ന് രാത്രി എന്ത് ചെയ്യാണ്, ഭാര്യയുമായിട്ട് വീട്ടിലാണ്, കല്യാണം കഴിഞ്ഞ പുതുമണവാളന്റെ ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ ഒരു പുലർച്ചെ നേരത്തെ പല 2 രീതിയിൽ ചരിത്രം വായിച്ചിട്ടുണ്ട്. അഥവാ സുബൈ കഴിഞ്ഞിട്ട് ആണ് സംഭവിച്ചത് എന്നുണ്ട്, സുബൈയുടെ മുമ്പ് രാത്രിയിലാണ് എന്നുള്ളതും ഈ സംഭവം 2 രീതിയിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഭാര്യയുമായി ബന്ധപ്പെട്ട പിന്നെന്തായി, ജനാപത്തുകാരനായി, വലിയ അശുദ്ധിയുള്ളയാളായി. പിന്നെ അയാൾ എന്ത് ചെയ്യണം, കുളിക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിയാളം വന്നു. അതിന് ഒരു പ്രയോഗമുണ്ട്, ഒരു ഒച്ചപ്പാട് എന്നാണ്. അതായത് വീടിന്റെ പുറത്തു നിന്ന് ഒച്ചപ്പാട് കേൾക്കുന്നത്. അപ്പൊ എന്താ പറയുക, യുദ്ധത്തിന് പോകാനുള്ള ഒച്ചപ്പാട്. എല്ലാവരും സന്നാഹത്തോടു കൂടി ഒരുങ്ങി പുറപ്പെടാണ്. അപ്പൊ ഹവ്വല റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ച് വീട്ടിൽ നൽകി. കുളിച്ചിക്കണോ? കുളിച്ചിട്ടില്ല, വലിയ അശുദ്ധിയുണ്ട്. പക്ഷേ ഹവ്വല റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ഷഹീദായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. ഹവ്വല റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തൊന്നും എന്തില്ല, വെള്ളമൊന്നും കാണില്ല, പക്ഷെ തലയിൽ നിന്ന് അങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനമാണ് എന്ത്, ഇന്ന സ്വാഹിബകും തുഗസ്സിലുൽ മലായിക, നിങ്ങളുടെ കൂട്ടുകാരനെ മലക്കുകളാണ് എന്ത് ചെയ്തത്, കുളിപ്പിച്ചത് എന്ന് പറഞ്ഞത് അതിന്റെ അടയാളാണ്. അതുകൊണ്ട് തന്നെ ഹവ്വല റളിയല്ലാഹു അൻഹുവിനെ വസീലുൽ മലായിക എന്നുള്ളൊരു പേരുണ്ട്. വസീലുൽ മലായിക, സീന് യാ ലാം, വസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ചയാള് എന്നുള്ളൊരു പേര് ഹവ്വല റളിയല്ലാഹു അൻഹുവിന്. ഇൻഷാ അല്ലാഹ് 10 നിർത്താം, ചോദ്യമില്ല, ചെറിയൊരു പ്രയാസം. അപ്പൊ ഹവ്വല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിച്ചത് കൊണ്ട് വസീലുൽ മലായിക എന്ന് പേര് വന്നു. അത് നമ്മൾ നോട്ട് ചെയ്യാം. അപ്പൊ ആ ഹവ്വല റളിയല്ലാഹു അൻഹു ആർത്തിയോടുകൂടി എന്ത് ചെയ്തതാണ്, യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ്. അഥവാ ഷഹാദത്ത് വേണം. സംഗതി കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, ഭാര്യയുണ്ട്, ജീവിതം ആസ്വദിച്ചും അതുപോലെ തന്നെ ആനന്ദിച്ചും എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. പക്ഷെ യുദ്ധത്തിൽ പോയി വെട്ടേറ്റുകൊണ്ട് ഓരോ തുള്ളി രക്തവും ശരീരത്തിൽ നിന്ന് ഒലിക്കുന്നതാണെന്ത് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹവ്വല റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സംഭവങ്ങൾ സമാനമായി നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ സമയത്ത് എന്താ, വലത്തെ കൈയാണ് വെട്ടേറ്റു, വലത്തെ കൈ ചാടി, ഇടത്തെ കൈയിലും വെട്ടേറ്റു. അപ്പൊ എന്താ ചെയ്തത്, തോളുകൊണ്ട് ഇറുക്കി പിടിക്കുകയാണ് ചെയ്തത് പതാക. എന്നാൽ പോലും തളരൂല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കണം. അത്രത്തോളം ശരീരത്തിന്റെ അവയവങ്ങളിൽ വെട്ടേൽക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിലെ നല്ല നല്ല സമയത്തും സന്ദർഭങ്ങളിലും വരെ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോയ മഹാന്മാരായ
ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷഹീദുകളുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം ഷഹാദത്ത് നമ്മൾ കൊതിക്കണം. ഷഹാദത്ത് നമ്മൾ കൊതിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും, ആ ഒരു സ്വഹാബി വനിതയുടെ പേര് ഓർമ്മല്ല, യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്വഹാബി വനിത റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. എന്തിനാ നിൽക്കണമെന്ന് അറിയോ? മകൻ യുദ്ധത്തിന് പോന്നിക്കണേ. അപ്പൊ മകൻ തിരിച്ച് ടീമിൽ തന്നെ ഉണ്ടോന്ന്. നമ്മളൊക്കെ അപകടം സംഭവിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടാൽ തന്നെ എന്താവും? ആകെ അടിച്ച് കരഞ്ഞ്, സ്വാഭാവികമാണ്, നമ്മളെ മനസ്സങ്ങനെയാണ്. പക്ഷെ യുദ്ധത്തിന് പോയി തിരിച്ചു വരെ, യുദ്ധത്തിന് പോയാൽ തിരിച്ചു വരുന്നുണ്ടില്ല, ഉറപ്പില്ല. അപ്പൊ യുദ്ധത്തിന് മകൻ പോയിക്കണേ. അപ്പൊ തിരിച്ചു വരുമ്പോ ആ സംഘത്തെ നോക്കി ഇങ്ങനെ ഉമ്മ നിൽക്കുകയാണ്, സ്വഹാബി വനിത. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്റെ രണ്ടാളെ പേര് മറന്നുപോയതാണ്, ഇൻഷാ അല്ലാഹ് ഓർമ്മ വരുന്ന സമയത്തോ വായിക്കുന്നതിന് ഇടയിൽ പെട്ടാലോ അന്ന് അത് പുതുക്കാം, ഓർമ്മ പുതുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നിങ്ങൾ എൻ്റെ മകനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ മകൻ എന്ത് ചെയ്തു? മരണപ്പെട്ടിങ്ങനെ യുദ്ധത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബി വനിത തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ? മകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, നിങ്ങൾക്ക് അങ്ങനെ ഒരു മകനില്ല ഈ ലോകത്ത്. അപ്പൊ എന്താ തിരിച്ചു പറഞ്ഞത്? വളരെ നിലവിളിക്കുക, കരഞ്ഞ് ആകെ മാറത്തടിച്ച് നെഞ്ചത്തടിച്ച് ആകെ അട്ടാസിച്ച് ഇനി എനിക്ക് ആരാണോ എന്ന് ചോദിച്ചു കാര്യമാണ് ചെയ്തതല്ല. എന്താ ചോദിച്ചേ? സംഗതി ഷഹീദാണ്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ സ്വഹാബി വനിതയുടെ ദീനിനെ കുറിച്ചുള്ള, പരലോകത്തെ കുറിച്ചുള്ള സൂക്ഷ്മതയാണ് നിന്ന് വെളിവാണ്. സംഗതി കൊല്ലപ്പെട്ടു, ഷഹീദാണ്. നമ്മൾ ഉറപ്പിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലാണ്. നമ്മൾ ചെറിയൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം. പക്ഷെ ആ സ്വഹാബി വനിത ചോദിക്കണം അതിനെ കുറിച്ച് എന്തറിയോ? സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഷഹീദായ ആളെ കുറിച്ച് ചോദിക്കണം, സ്വർഗത്തിലാണോ നരകത്തിലാണോ? കാരണം എന്താ? ഷഹീദ് പല കോലത്തിലുണ്ടാവും. ധീരത തെളിയിക്കാൻ, ആളുകൾ കാണിക്കാൻ, ചിലപ്പോൾ വേദന സഹിക്കാതെ സ്വയം ആത്മഹത്യ ചെയ്തവര്, ചിലപ്പോൾ കപട വിശ്വാസമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ആ ഉമ്മക്ക് അറിയാതെ. അപ്പോൾ സംഗതി ഷഹീദായി കൊല്ലപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്വർഗത്തിലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത കൊടുത്തത് സ്വർഗത്തിലാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടാൽ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയാവണം മക്കളെ വിഷയത്തിൽ എന്ത് നമ്മുടെ നിലപാട്. അമ്മമാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും ഒക്കെ മകന് എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് ജീവിതത്തിൽ അവനാണ് നഷ്ടപ്പെട്ടു പോയാലും അവനെന്ത് ചെയ്യണം? സ്വർഗം കിട്ടണം. അവന് സ്വർഗം കിട്ടണം. അവനൊരിക്കലും പരലോകത്ത് നിന്നാണ് എൻ്റെ ഉമ്മ കാരണം, എൻ്റെ ഉപ്പ കാരണം, അവര് പറയാത്തത് കൊണ്ട്, പഠിപ്പിക്കാത്തത് കൊണ്ട്, മാർഗം തെളിയിക്കാത്തത് കൊണ്ട് എന്നുള്ളൊരു പരാതി നമ്മുടെ മക്കള് പറയാൻ പാടില്ല എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അപ്പോൾ ആ സ്വഹാബിയുടെ ഉമ്മാക്കുണ്ടായ ഒരു മാനസികാവസ്ഥ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷ്മതയിലും കർമ്മത്തോടുള്ള ആർത്തിയിലും നമുക്കൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഷഹീദുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. നമ്മുടെ മദ്രസയിൽ പ്രോഗ്രാമില്ല, ഒരു ഏകദേശം നമ്മളൊരു 8:45 എന്ത് ചെയ്യുന്നു, ഫ്രീ ആയപ്പോൾ ഒരു 8:45 ഇതൊരു ക്ഷീണവും ഒരുക്കത്തിൻ്റെ ഒരു കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് കൊടുത്തെങ്കിൽ അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും